ഭാണ്ഡവഗുലി എന്ന് പറയുന്ന ആ മലയുടെ മുകളിൽ ആണിപ്പോൾ ഉള്ളത്. ഇതൊരു ധുനിയാണ്. ധുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധുക്കൾ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണിത്. ഇത് ഹോമകുണ്ഡമായിട്ട് ഉപയോഗിക്കാം, നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സാധകർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇത് ഉപയോഗിക്കാം. പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു അംശം ഈ ഹോമകുണ്ഡത്തിൽ അർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ. ഇത് ശരിക്കും ഒരു അഗ്നി യാഗശാല തന്നെയാണ്. ഇതിൻ്റെ പ്രതീകം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ നടക്കുന്നതായിട്ടുള്ള പ്രക്രിയ, അതും ശരിക്കും ഒരു ഹോമത്തിന് സമമായ ഒരു പ്രക്രിയ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും തീർച്ചയായിട്ടും അത് പഞ്ചഭൂത തത്വത്തിന് അടിസ്ഥാനമായ സസ്യാഹാരം തന്നെ കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. കാര്യം അതൊരു ജഡ അഗ്നിക്കകത്തേക്ക് നമ്മുടെ പഞ്ചതത്വങ്ങളെ നിലനിർത്താൻ വേണ്ടി, ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ശരിക്കും ഹോമം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ധുനിയിലും അവർ ചെയ്യുന്നത്. എത്ര പേര് വന്നാലും ഈ ചുരുങ്ങിയ സ്ഥലത്ത് കഴിയുവാനും നാമം പറയുവാനും ഹോമം ചെയ്യുവാനും കഴിയുന്ന രീതിക്കാണ് ഈ സംഭവം, ഈ കാര്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെയായിരിക്കും രാവിലെ അവരുടെ പ്രഭാത കർമ്മങ്ങളും ഹോമാദികളെല്ലാം ഹോമിച്ചതിന് ശേഷം അതിൽ അവർക്കുള്ള രാവിലത്തേക്കുള്ള ചായ, അതുപോലുള്ള ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ റൊട്ടിയൊക്കെ തയ്യാറാക്കുന്നു. ഈ റൊട്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഹോമത്തിൽ വച്ചിരിക്കുന്നതാണ്. ഈ ഒരു റൊട്ടി അത് ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഈ ഹോമത്തിൽ അവർ സമർപ്പിക്കുകയാണ്. അപ്പൊ എന്ത് തന്നെ ആയാലും ഈശാവാസമിതം സർവം എല്ലാം അഗ്നിയിൽ ഹോമിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു തത്വം, സന്യാസമായ തത്വം. ഇത് ശരിക്കും സൗത്തിൽ നമുക്ക് ഇല്ലാത്തതാണ്. നോർത്തിൽ പോകുന്നിടത്തെല്ലാം അവർ ഈ ചുരുങ്ങിയ ഉള്ള സ്ഥലം വളരെ ഭംഗിയായി വെച്ചുവിടും. നിങ്ങൾക്കറിയാം, എന്താ ഇവിടുത്തെ ഇത് ചെളി കൊണ്ട് ഇങ്ങനെ വളരെ മിനുസമാക്കി വെച്ചിരിക്കുന്നു. അവരുടെ ആ ഒരു വൃത്തി നമുക്കിവിടെ ഇരിക്കുമ്പോൾ തന്നെ, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാതെ നമുക്കൊരു മെഡിറ്റേഷൻ മൈൻഡ് വരും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, നമഃ ശിവായ.